മന്ത്രി കെ മുരളീധരന്റെ പൂഴിക്കട. മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ സന്നദ്ധ സംഘടനകൾ അടക്കമുള്ളവ നടത്തുന്ന പൊതിച്ചോർ വിതരണം തടയുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞിരുന്നു. ഇന്നലെയാണ് ആരോഗ്യമന്ത്രി അത്തരത്തിലുള്ളൊരു പ്രസ്താവന നടത്തുന്നത്. ഡിവൈഎഫ്ഐയും സേവാഭാരതിയും അടക്കമുള്ള സംഘടനകൾ മെഡിക്കൽ കോളേജിൽ കടന്നു കയറി പൊതിച്ചോർ വിതരണം ചെയ്യുന്ന ആ നടപടി ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ല. അത് ഉടനടി തന്നെ സർക്കാർ നിർത്തിവെക്കുമെന്നായിരുന്നു ഇന്നലെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ആലപ്പുഴയിൽ വെച്ച് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഇന്നലത്തെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ആളുകളെങ്ങനെ ബാനർ കെട്ടി കൊടുക്കാൻ പാടില്ല. ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങാൻ തീരുമാനിച്ചു. അവന് ആർക്കും ആണെങ്കിലും ഭക്ഷണം കൊണ്ട് അവിടെ ഏൽപ്പിക്കാം. അതിന് സംഘടന, പക്ഷേ ബാനറോ പേരോ കൊടിയൊന്നും പാടില്ല. അതങ്ങനെ കൊടി കെട്ടേണ്ട സ്ഥലമല്ല സർക്കാർ ആശുപത്രി. ആരോഗ്യമന്ത്രി ഇന്നലെ ആവർത്തിച്ച അതേ വാക്കുകൾ തന്നെയാണ് ഇന്നും ആവർത്തിച്ചത്. അതായത് ഡിവൈഎഫ്ഐ അടക്കമുള്ള സേവാഭാരതി അടക്കമുള്ള സംഘടനകൾ ഈ പൊതിച്ചോർ വിതരണത്തെ വലിയ തോതിൽ രാഷ്ട്രീയവൽക്കരിക്കുന്നുവെന്നും ഒരു കാരണവശാലും മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ ഈ പൊതിച്ചോർ വിതരണം നടത്താൻ സർക്കാർ സമ്മതിക്കില്ല എന്നും ഇന്ന് മന്ത്രി മുരളീധരൻ പറഞ്ഞു. അത് UDF സർക്കാരിന്റെ പൊതുവായ നിലപാടാണ്. അങ്ങനെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ സ്ഥലം കയ്യേറി ഇത്തരത്തിലുള്ള പൊതിച്ചോർ വിതരണം ഒരു കാരണവശാലും അത് ഏത് സംഘടനയുടെ ഭാഗത്തായാലും അനുവദിക്കില്ല. പകരം കമ്മ്യൂണിറ്റി കിച്ചൺ കൊണ്ടുവന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുമെന്നാണ് ഇന്ന് കെ മുരളീധരൻ പറഞ്ഞത്. ഇന്നലെ പറഞ്ഞതിന്റെ അതേ ആവർത്തനം തന്നെയാണ് ഇന്നും ആരോഗ്യമന്ത്രി പറഞ്ഞത്. ഇന്നത്തെ മന്ത്രിയുടെ ഈ വാക്കുകൾ നമുക്ക് കേൾക്കാം. ഞാൻ ഹോസ്പിറ്റലിന്റെ അകത്തുള്ള അധികാരം മന്ത്രിക്കാം, ഡിവൈഎഫ്ഐക്കല്ല. പുറത്ത് ചെയ്തോട്ടെ, അകത്ത് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിറ്റി കിച്ചൺ ഞങ്ങൾ ആദ്യഘട്ടം ആലപ്പുഴ, മറ്റ് സ്ഥലങ്ങളിലേക്കും ഞങ്ങൾ ചില സന്നദ്ധ സംഘടനകളായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. അതനുസരിച്ച് തീരുമാനമെടുക്കും. ഒരു കാരണവശാലും ഹോസ്പിറ്റൽ വളപ്പിൽ ആരും കയറാൻ സമ്മതിക്കില്ല, ഒരു പാർട്ടീന്. അവിടെ രാഷ്ട്രീയ പ്രവർത്തനം അതിൻ്റെ അകത്ത് വേണ്ട, പുറത്തുനിന്ന് എന്ത് വേണമെങ്കിലും അതിന് കൊടുക്കുകയാണെങ്കിൽ പാർട്ടിയുടെ പേരും കൊടിയും വെച്ചിട്ടല്ല. അതിൽ പ്രശ്നമുണ്ട്, തെറ്റാണത്. അങ്ങനെ തെറ്റാണ്, അത് സർക്കാർ സമ്മതിക്കില്ല. അത് ഞാൻ പറയാം, രാഷ്ട്രീയ പാർട്ടികളുടെ ബേസിലല്ല സഹായിക്കേണ്ടത്. ഒരു കാരണവശാലും ഹോസ്പിറ്റലിനകത്ത് സമ്മതിക്കില്ല. അത് തന്നെ ആ തീരുമാനം UDF സർക്കാരിന്റെ തീരുമാനമാണ്. ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യും, സംശയമൊന്നും വേണ്ട. രാഷ്ട്രീയ പ്രവർത്തനം ഒരുപാട് കാര്യങ്ങൾ, ഇതിന് രാഷ്ട്രീയ പ്രവർത്തനം നല്ലതാണ്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് സാധനം തന്നോട്ടെ, ഞങ്ങൾ കൊടുത്തോളാം. സേവാഭാരതി, യൂത്ത് കോൺഗ്രസ് അങ്ങനെയൊന്നും ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ വേണ്ട. ഞാൻ പറയാം, ഈ ഇടത് കൈ ചെയ്യുന്ന വലത് കൈ അറിയാൻ പാടില്ല എന്നാണ് ശാസ്ത്രം. എന്നാൽ ആയിരക്കണക്കിന് വരുന്ന പാവപ്പെട്ട രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഈ പൊതിച്ചോർ വലിയ തോതിലെ ആശ്വാസമാണ് ഏതാനും വർഷങ്ങളായി നൽകി വരുന്നത്. ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ വിതരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഏതാണ്ട് 1.5 കോടിയിലധികം പൊതിച്ചോറാണ് ഡിവൈഎഫ്ഐ വിതരണം ചെയ്തത്. ഓരോ ദിവസവും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയാൻ കഴിയും, ഒരു 12 മണിയോടുകൂടി അവിടെ ക്യൂ ഉണ്ടാകും. പാവപ്പെട്ട രോഗികളാണ്, അവരുടെ കൂട്ടിരിപ്പുകാരാണ് ഈ ക്യൂവിൽ നിൽക്കുന്നത്. കൃത്യമായി തന്നെ ഡിവൈഎഫ്ഐ ഏതാണ്ട് ഒരു 12-1 മണിയോടുകൂടി അവരുടെ വാഹനം വരും. അതിൽ നിന്ന് ഈ ക്യൂ നിൽക്കുന്ന പാവപ്പെട്ട രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും പൊതിച്ചോർ വിതരണം ചെയ്യും. അങ്ങനെ വർഷങ്ങളായി നമ്മൾ കണ്ടുവരുന്ന ആ ഒരു പൊതിച്ചോർ വിതരണം, അതേപോലെ തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സേവാഭാരതിയും ഡിവൈഎഫ്ഐയും ഇത്തരത്തിലാണ് വിതരണം ചെയ്യുന്നത്. ഈ ഒരു പൊതിച്ചോർ വിതരണം നിർത്തും എന്നുള്ള ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന വലിയ തോതിൽ ജനരോഷത്തിന് ഇടയായി. കാരണം പാവപ്പെട്ട ലക്ഷക്കണക്കിന് വരുന്ന രോഗികളാണ്. അവർ കൊടി എന്തെങ്കിലും ആയിക്കോട്ടെ, കൊടി ഏത് സംഘടനകളും ആയിക്കോട്ടെ, അവരെ സംബന്ധിച്ച് ഇതൊരു ഭക്ഷണമാണ്. ആ ഭക്ഷണം വെറുതെ ലഭിക്കുമ്പോൾ അത് ലക്ഷക്കണക്കിന് വരുന്ന ഈ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വലിയ ആശ്വാസമാണ്. പക്ഷേ അത്തരമൊരു ആശ്വാസ നടപടി റദ്ദാക്കുമെന്നുള്ള നിലപാടിലാണ് ആരോഗ്യമന്ത്രി നിലപാടെടുത്തത്. അതോടുകൂടി വലിയ തോതിലെ ജനരോഷം നാനാ ഭാഗത്തു നിന്നും ഉണ്ടായി. രാഷ്ട്രീയ ഭേദമന്യേ നിരവധി പേരാണ് ആരോഗ്യമന്ത്രിയുടെ ഈ ഒരു പ്രസ്താവനയ്ക്ക് എതിരെ രംഗത്ത് വന്നത്. അതോടുകൂടി ഇന്ന് വൈകുന്നേരം
ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു വിശദീകരണക്കുറിപ്പ് വന്നിരിക്കുകയാണ്. അതിൽ പറയുന്നത് ആശുപത്രിയിൽ ഈ പറയുന്ന പൊതിച്ചോർ കൊടുക്കുന്നതിന് എതിരല്ല, സർക്കാർ എതിരല്ല, മറിച്ച് ഭക്ഷണത്തിൽ രാഷ്ട്രീയം കലർത്താൻ പാടില്ല, ഭക്ഷണത്തിൽ മതം കലർത്താൻ പാടില്ല, ഭക്ഷണത്തിൽ രാഷ്ട്രീയവും മതവും ജാതിയും ഒന്നുമില്ല, ഭക്ഷണം കൊടുക്കുന്നതിന് സർക്കാർ എതിരല്ല. എന്നാൽ ചില സംഘടനകൾ ആശുപത്രികളിലെ സ്ഥലം കയ്യേറുന്നു, അതിലുള്ള എതിർപ്പ് മാത്രമാണ് എന്നുള്ള ഒരു തകിടം ഒരു യൂ ടേൺ എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയുടെ ഒരു നിലപാടിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള ഒരു കരണം മറിച്ചിലാണ് ഇന്നിപ്പോൾ വൈകുന്നേരം ഇറക്കിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ഇറക്കിയിരിക്കുന്ന വിശദീകരണക്കുറിപ്പിൽ പറയുന്നത്. ഇന്നലെയും ഇന്നും പറഞ്ഞ നിലപാടല്ല ഇന്ന് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം ഏതാനും മണിക്കൂറുകൾക്കകമാണ് മന്ത്രി തന്റെ നിലപാട് തിരുത്തിയിരിക്കുന്നത്. ആശുപത്രിയിൽ ഇങ്ങനെ പൊതിച്ചോർ വിതരണം ചെയ്യുന്നതിന് യാതൊരു കുഴപ്പവുമില്ല, അതിൽ ജാതി കാണേണ്ടതില്ല, മതം കാണേണ്ടതില്ല, രാഷ്ട്രീയം കാണേണ്ടതില്ല എന്നുള്ള ഒരു കരണം മറിച്ചിലാണ്, ഒരു തകിടം മറിച്ചിലാണ് മന്ത്രി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അങ്ങനെ ഇന്നലെയും ഇന്നും കൈക്കൊണ്ട നിലപാട് ഇന്ന് വൈകുന്നേരത്തോടു കൂടി മന്ത്രി തിരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിലപാട് മാറ്റം. അതേസമയം തന്നെ ഇന്ന് ഡിവൈഎഫ്ഐ നേതാക്കളായിട്ടുള്ള ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള വി വസീഫും സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള വി കെ സനോജും ആരോഗ്യ മന്ത്രിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. മാത്രമല്ല ഇവർ രണ്ടുപേരെ കൂടാതെ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ ഈ ഒരു ആരോഗ്യമന്ത്രിയുടെ നിലപാടിന് എതിരെ രംഗത്ത് വന്നിരുന്നു. അതുകൊണ്ട് കൂടി ആയിരിക്കണം മന്ത്രി ഇത്തരത്തിലുള്ള നിലപാട് എടുത്തത്. ഇവരുടെ മാത്രം ഈ പ്രസ്താവന കൊണ്ട് അല്ല കെ മുരളീധരൻ ഇത്തരം തിരുത്തൽ വരുത്തിയത് എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന് തന്നെ ഇത് ബോധ്യപ്പെട്ടിരിക്കുക. ഒരു ദിവസം ലക്ഷക്കണക്കിന് പേരാണ് ഈ പൊതിച്ചോറിന്റെ ഉപയോക്താക്കൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു തീരുമാനവും എടുത്തു കഴിഞ്ഞാൽ അത് സർക്കാരിനെതിരായിട്ടുള്ള വലിയൊരു ജനരോഷമായി മാറും എന്നുള്ള തിരിച്ചറിവിന്റെ കൂടി ഭാഗമായിട്ടാണ് ആരോഗ്യമന്ത്രി ഇത്തരത്തിലുള്ള ഒരു തിരുത്തൽ ഇന്ന് തന്നെ വരുത്തിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ കരുതാം. ഡിവൈഎഫ്ഐ നേതാക്കളുടെ വാക്കുകൾ ഇനി കേൾക്കാം. കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിലെ വിവിധ മെഡിക്കൽ കോളേജുകളിലും ഇതുപോലെയുള്ള ജില്ലാ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രി ഉൾപ്പെടെയുള്ള വിവിധ ആശുപത്രികളിൽ ഭക്ഷണം വിതരണം ചെയ്യുകയാണ്. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഈ ഭക്ഷണ വിതരണത്തിൽ ഒരു തലത്തിലുള്ള രാഷ്ട്രീയം കലർത്തലും ഇന്നുവരെ ഡിവൈഎഫ്ഐ നടത്തിയിട്ടില്ല. നിങ്ങളിപ്പോൾ കണ്ടല്ലോ, ഭക്ഷണപ്പൊതി കൊണ്ടുവരുന്നു, ഇവിടെ അഡ്മിറ്റായിട്ടുള്ള രോഗികൾ, അവരുടെ കൂട്ടിരിപ്പുകാർ അവരെല്ലാം വന്ന് ഭക്ഷണം വാങ്ങുകയാണ്. വരുന്നവരോട് നിങ്ങൾ ഏതെങ്കിലും പാർട്ടിയിൽപ്പെട്ടവരാണോ എന്ന് ഞങ്ങൾ ചോദിച്ചിട്ടില്ല. ഞങ്ങൾ ഈ ഭക്ഷണപ്പൊതി ശേഖരിക്കാൻ പോകുന്നത് ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുടെ വീട്ടിലുമല്ല. നമ്മുടെ നാട്ടിലെ എല്ലാ വീട്ടിലും കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി എല്ലായിടത്തും ഡിവൈഎഫ്ഐ സഖാക്കൾ പോകുന്നു. അവരെല്ലാം സന്തോഷത്തോടുകൂടി ഭക്ഷണം പൊതിഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഡിവൈഎഫ്ഐയെ ഭക്ഷണം പൊതിഞ്ഞു കൊടുത്ത് ഏൽപ്പിച്ചാൽ അർഹരായവരുടെ കൈകളിൽ എത്തും എന്നുറപ്പ് ഈ നാടിനുണ്ട്. ഞങ്ങൾക്ക് ഈ മുരളീധരനോടൊക്കെ പറയാനുള്ളത്, അവർക്കൊക്കെ സംഘടനയുണ്ടല്ലോ, അവരുടെ യൂത്ത് കോൺഗ്രസോ KSO, ഇപ്പോൾ മുഖ്യമന്ത്രിയെ കാണാൻ കരഞ്ഞെടുക്കുന്ന KSO അല്ലെങ്കിൽ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസോ ഒക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്തട്ടെന്നേ. സാക്ഷാൽ രമേശ് ചെന്നിത്തല, ഇന്നത്തെ ആഭ്യന്തരമന്ത്രി, കോൺഗ്രസിൻ്റെ നേതാവ്, ഈ ഹൃദയപൂർവ്വത്തെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ ചർച്ച ചെയ്തതാണ്. മാതൃകാ പരിപാടി എന്നായിരുന്നു പറഞ്ഞത്. ഡിവൈഎഫ്ഐയുടെ ഒരു മാതൃകാ പരിപാടി എന്നുള്ളതാണ്. ആ രീതിയിലല്ലേ കാണേണ്ടത്? ഞങ്ങളൊരു പരിപാടി നടത്തുമ്പോൾ ഇപ്പോൾ ഇവിടെ സമ്മേളനം ഞങ്ങൾ കൊടി വെക്കുന്നില്ല, അതിനെന്താ പ്രശ്നം? ഞങ്ങളുടെ പ്രവർത്തനമാകുമ്പോൾ അതിൽ കൊടി ഉണ്ടാകും, ബാനറൊക്കെ ഉണ്ടാകും. അങ്ങനെയാണല്ലോ ഞങ്ങൾ നടത്തുക. ഇനി അല്ല, സർക്കാർ സംവിധാനമായിട്ട് ഇവർ വരട്ടെ, അല്ലെങ്കിൽ ഇവരുടെ യൂത്ത് കോൺഗ്രസോ ഈ പറയുന്ന KSO ഏതെങ്കിലും ഒരു സംഘടന ഒരാഴ്ച കൊടുക്കാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെയൊക്കെ അല്ലേ മത്സരിക്കേണ്ടത്? എന്തിനാ ഇങ്ങനെ ഇതിനെയൊക്കെ തകർക്കുന്നത്, ഈ തുരങ്കം വെക്കുന്നത്? ഇപ്പോൾ അവർ ഞങ്ങളോട് ഇതേപോലെ മത്സരിച്ച് വീടുണ്ടാക്കാൻ വേണ്ടി വന്നവരല്ലേ കേരളത്തിലെ ഈ യൂത്ത് കോൺഗ്രസ്. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഞങ്ങൾ 25 വീട് പ്രഖ്യാപിച്ചപ്പോൾ അവർ 30 വീട് പ്രഖ്യാപിച്ചു. ഞങ്ങളതിനെ സ്വാഗതം ചെയ്തവരാ. എല്ലാവരും വരട്ടെ, ഈ പ്രവർത്തനത്തിൽ എല്ലാവരും ഇടപെടട്ടെ. എന്നാൽ അവരെന്താ ചെയ്തത്? അവസാനം പണമില്ല എന്ന് പറഞ്ഞ് പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ എനിക്ക് ഈ മുരളീധരനോടായാലും, മുരളീധരനെ ഇങ്ങനെ തിരിച്ചുവിടുന്ന സുധാകരനോടായാലും,
മറ്റ് ഞങ്ങളെ ഇങ്ങനെ ആക്ഷേപിക്കുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത്, ഞങ്ങൾക്ക് വേറെ താല്പര്യങ്ങളൊന്നുമില്ല. ഈ പൊതിച്ചോറ് മുടങ്ങരുത്. ഈ ആശുപത്രികളിൽ ഒരു നല്ല പരിപാടിയല്ലേ എന്ന്. 40,000 പേർക്ക് ഉച്ചഭക്ഷണം ഒരു ദിവസം കിട്ടുക എന്നുള്ളത് മോശം പരിപാടിയാണോ? ഞങ്ങളുടെ കൊടി അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആർക്കാ പ്രയാസം? ഞങ്ങൾ ഏതെങ്കിലും ആളുകൾക്ക് കൊടുക്കുന്നില്ല എന്നോ കൊടിയുടെ നിറം നോക്കി കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അവിടെ ഞങ്ങൾ കൊണ്ടുവരുന്നവരുടെ ഒരു ഐഡൻറ്റിറ്റി ഒരു DYFI എന്നുള്ളതല്ലേ, ഏതെങ്കിലും മറ്റു കാര്യങ്ങളൊന്നല്ലല്ലോ. അത് ഞങ്ങൾ DYFI ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടല്ലല്ലോ പറയുന്നത്, ഒരു യുവജന സംഘടനയാണ്. അത് മറ്റുള്ളവർ കൂടി മാതൃകയാക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങളും അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. ഞങ്ങളിതെവിടെയും ഒരു മോശം പ്രവൃത്തിയായിട്ട് കാണുന്നില്ല. ഞങ്ങളെ കൊടിയെ ഞങ്ങൾ അഭിമാനമായിട്ടാണ് കാണുന്നത്. ആ കൊടി വെച്ചിട്ടാണ് ഞങ്ങളുടെ ഈ പ്രവർത്തികളൊക്കെ ചെയ്യാറ്. അതിനെന്തിനാ ഇവരിങ്ങനെ പേടിക്കുന്നത്? അവരുടെ കൊടിയോ അവരുടെ ബാനറൊക്കെ വെച്ചിട്ട് ഇനി അവരുടെ യൂത്ത് കോൺഗ്രസ്സുകാർ കൊടുക്കുന്നതിന് ഞങ്ങൾ ആരെങ്കിലും എതിരാണോ? ഏതെങ്കിലും ഗവൺമെൻറ് ഏതെങ്കിലും ഘട്ടത്തിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടോ? എന്താണ് ഈ ചിന്തയുടെയൊക്കെ പുറകിൽ എന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഇവരെങ്ങോട്ടാണ് ഈ കേരളത്തെ കൊണ്ടുപോകുന്നത്? ഞങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിനോട്, ഈ മുരളീധരനോടായാലും മറ്റുള്ളവരോടൊക്കെ പറയാനുള്ളത്, അവർ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കട്ടെ, എല്ലാവർക്കും പൊതിച്ചോറ് കൊടുക്കട്ടെ. ഈ 40,000 ചോറ് DYFI 40,000 ചോറ് കൊടുക്കുന്നതിന് പകരമായി അവർ ചോറ് കൊടുക്കട്ടെ, അതിനൊരു സംവിധാനം ഉണ്ടാക്കട്ടെ. അതിനൊന്നും ഞങ്ങളെതിരല്ല. അതില്ലാത്തത് കൊണ്ടാണല്ലോ DYFI ഇങ്ങനൊരു സംവിധാനം ആലോചിക്കുന്നത്. ഞങ്ങളോട് എന്നാണോ ഞങ്ങളെ തടയുന്നത് അതുവരെ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും. അല്ല, നിർത്താൻ ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. ഇങ്ങനെ തടയുന്ന സമയത്ത് കെ മുരളീധരൻ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് ഗവൺമെൻറ് ഈ പൊതിച്ചോറ് കൊടുക്കരുത്, അത് തടയുന്ന സാഹചര്യം വരുമ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കാമല്ലോ. കമ്മ്യൂണിറ്റി കിച്ചൺ ആണെങ്കിൽ അങ്ങനെ വരട്ടെ. ഇവരോട് പറയാനുള്ളത്, ഒരു വാശിക്ക് ഇങ്ങനെ ഇറങ്ങിപ്പുറപ്പെട്ട് ഈ പൊതിച്ചോറ് സംവിധാനത്തെ തകർക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.